ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് കുറച്ച് സ്കൂൾ സപ്ലൈസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജായിട്ട് ഞാൻ എടുത്തേക്കണത് ഐവറി ഷീറ്റാണ്. ഐവറി ഷീറ്റ് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഐവറി ഷീറ്റ് ഫ്രണ്ട് പേജായിട്ട് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐവറി ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജൊക്കെ അങ്ങ് കീറിയെടുത്തിട്ട് അതിൽ നമുക്ക് A4 സൈസ് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് പടം വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പടം വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പടം ഞാൻ ട്രേസ് എടുത്ത് വരച്ചതാണ് കേട്ടോ. പേപ്പർ കോപ്പി എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ട്രേസ് എടുത്ത് വരച്ചതാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാനൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയത്ത് എനിക്ക് എൻ്റെ എക്സാംസും ഇൻറ്റേൺഷിപ്പൊക്കെ നടക്കുന്നത് കൊണ്ടും പിന്നെ എനിക്ക് ഒട്ടും മടിയില്ലാത്തൊരു കൂട്ടത്തിലായതുകൊണ്ടും തന്നെ എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് വൈകി. ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയത്. പക്ഷെ ഇപ്പോഴും തീരെ വൈകിപ്പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ക്ലാസ്സൊക്കെ തുടങ്ങി 1-2 മാസമൊക്കെ അല്ലേ ആകുന്നുള്ളൂ. ഇനിയും സമയമുണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കി ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് ഷോ ഇറക്കി നോക്കട്ടോ. ഇനി ഈ ബുക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചേക്കണ ഈ റിങ് എനിക്ക് പഴയ ഒരു സ്പൈറൽ നോട്ട്ബുക്കിന് ഞാൻ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും അങ്ങനത്തെ ഒരു പഴയ സ്പൈറൽ നോട്ട്ബുക്ക്. അപ്പോൾ അതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയിം സ്ലിപ്പാണ്. അപ്പോൾ എൻ്റെ സ്കൂൾ കാലത്ത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഈ നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. കുറച്ച് വെറൈറ്റി നെയിം സ്ലിപ്പ് അന്വേഷിച്ച് എല്ലാ കടകളിൽ ചെന്നാലും അവിടെ എല്ലാം കാണുന്നത് സ്ഥിരം സ്ഥാനങ്ങളായിട്ടുള്ള ഡോറ, ബാർബി, ചോട്ടാ ഭീം, ബെൻടൺ ഇത്ര സാധനങ്ങൾ എല്ലാ കടയിലും കോമൺ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്നൊക്കെ നമുക്ക് ഈ ടെക്നിക്ക് അറിയാമായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാമായിരുന്നു. അപ്പോൾ പറഞ്ഞ് നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ പകുതിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് പടങ്ങൾ വരച്ചിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ബോർഡേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈസി ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻ ബോർഡേഴ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കപ്പോൾ വേറെ ഏതെങ്കിലും ക്യൂട്ടായിട്ടുള്ള ബോർഡർ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നെയിമും ക്ലാസ്സും സബ്ജക്റ്റൊക്കെ എഴുതിയാൽ നമ്മുടെ ക്യൂട്ട് നെയിം സ്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഫെവിക്കോളോ ഗമ്മൊക്കെ യൂസ് ചെയ്ത് നമുക്കിത് ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. വേറൊന്നുമല്ല, ഒരു റീയൂസബിൾ ടു ഡു ലിസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ രാത്രി ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയൊക്കെ ഇരിക്കുള്ളൂ ഞാൻ കിടന്ന് ഉറങ്ങണത്. ഇപ്പോൾ രാവിലെ ഇതേപോലത്തെ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ രാവിലെ ഫുള്ള് വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ മനസ്സിലാലോചിച്ചിട്ടായിരിക്കുള്ളൂ ഞാൻ കിടന്ന് ഉറങ്ങണത്. എന്നാൽ രാവിലെ എണീക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ടു ഡു ലിസ്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ രാത്രി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ രാത്രി എൻ്റെ മൈൻഡിൽ വരുന്ന ഐഡിയാസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് എന്താ ഞാൻ രാത്രി ആലോചിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇത് റീയൂസബിൾ ആയതുകൊണ്ട് നമുക്ക് എഴുതിയ കാര്യങ്ങളൊക്കെ മായ്ച്ചിട്ട് വീണ്ടും അതിൽ തന്നെ എഴുതാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഈ റീയൂസബിൾ ടു ഡു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ മായ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് മായ്ച്ച് കളയാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു നോട്ട് പാഡാണ്. അപ്പോൾ എനിക്ക് എത്ര ഉണ്ടാക്കിയാലും മടുപ്പ് വരാത്ത ക്രാഫ്റ്റുകളിൽ ഒന്നാണ് ഈ നോട്ട് പാഡ്, അതേപോലെ തന്നെ മിനി നോട്ട്ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ചെറിയ നോട്ട് പാഡ്സും മിനി നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മെയിൻ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഓർമ്മ വന്നില്ല, അത് റെഫർ ചെയ്യണമെങ്കിൽ എൻ്റയർ ടെക്സ്റ്റ് വായിച്ച് നോക്കണതിനേക്കാളും ഭേദം ഈ നോട്ട് പാഡിൽ എഴുതി വെച്ചേക്കണം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ എനിക്ക് എക്സാമിൻ്റെ സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കവായി സ്റ്റിക്കേഴ്സും ഇതേപോലെ സിമ്പിൾ ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ട് പേജ് മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ചെയ്യുമ്പോൾ ഫുൾ പേജ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ക്രാഫ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബുക്ക് മാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. വെറും 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പർ റെക്ടാങ്കുലർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് കണ്ണും മൂക്കും വായൊക്കെ വരച്ചൊന്ന് ക്യൂട്ടാക്കി കൊടുത്താൽ നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ എൻ്റയർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനലിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.